ഒരു വീട് പണിയാൻ വേണ്ടി പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടി പോകുന്ന ആൾ അയാളുടെ ലൈഫിലെ എല്ലാ സേവിങ്സും വെച്ചുകൊണ്ട് പണിയാൻ വേണ്ടി പോകുന്ന ഒരാളുടെ ഇപ്പോഴത്തെ സിനാരിയോയിൽ അവരുടെ ഒരു ഇൻസ്റ്റഗ്രാം ഫീഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെർച്ച് ടാബിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ വീടിൻ്റെ ഡിസൈൻസ്, പല ടൈപ്പ് ഓഫ് ഡിസൈൻസ്, പല ആർക്കിടെക്ട്സിന്റെ പേജസ്, പല ഇന്റീരിയർ ഡിസൈൻസിന്റെ സ്റ്റൈൽസ്, ഇതൊക്കെ ആയിരിക്കും. അവരുടെ സ്ക്രീൻഷോട്ട്സും അവരുടെ ഗാലറിയും ഇത് മുഴുവൻ ഇത് വെച്ച് ഫിൽഡ് ആയിരിക്കും. പക്ഷേ അവരുടെ ആരുടെയും ഫീഡിൽ ഈ പർട്ടിക്കുലർ പ്രൊജക്ടിന്റെ സോയിൽ ടെസ്റ്റ് എങ്ങനെ ചെയ്യുന്നെന്നോ, അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിന് എന്ത് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ആണ് കൊടുക്കേണ്ടതെന്നോ, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ത് ടൈപ്പ് ആണെന്നോ, ഉള്ളിൽ കൊടുക്കേണ്ട സ്റ്റീലിന്റെ ഡീറ്റെയിലോ, ഇങ്ങനെയുള്ള കൺസ്ട്രക്ഷൻ സംബന്ധമായ യാതൊരുവിധ രീതിയിലുള്ള ഡീറ്റെയിൽസും ഒരു ഭൂരിഭാഗം ആൾക്കാരുടെ ഫീൽഡിൽ ഉണ്ടാവാറില്ല. ഈ ഭൂരിഭാഗം ആൾക്കാരും ഇതിനെപ്പറ്റി അന്വേഷിക്കാറുമില്ല. പക്ഷെ ഒരു വീട് ഇപ്പൊ എക്സാമ്പിൾ ഒരു 2 കോടി രൂപയ്ക്ക് പണിയുന്ന ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ അതിന്റെ ഒരു ഏകദേശം ഒരു 90% കോസ്റ്റ് വരുന്നത് ഈ ഒരു എക്സിക്യൂഷൻ സ്റ്റേജിലാണ്. ചിലപ്പോൾ സൈറ്റിൽ ഈ പണി തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ചിലപ്പം നമ്മൾ സോയിൽ ടെസ്റ്റ് ചെയ്യാൻ പറയുമ്പോഴായിരിക്കും ക്ലയന്റ് എന്താണ് സോയിൽ ടെസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുന്നത്. സ്ട്രക്ചർ ചെയ്യുന്ന സമയത്തായിരിക്കും സ്ട്രക്ചറിനെ പറ്റി അറിയുന്നത്. അപ്പം ഈ ഒരു എക്സിക്യൂഷൻ സ്റ്റേജിനെ പറ്റി എല്ലാ ക്ലയൻസും പഠിച്ചിട്ട് മാത്രമേ ഒരു ബിൽഡിംഗ് പണിയാൻ പാടുള്ളൂ എന്നല്ല. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജോലി അതാണ്. ഞങ്ങൾ ഈ പറഞ്ഞ പോലെ നിങ്ങളെ പ്രോപ്പറായിട്ട് ഓരോ സ്റ്റേജിലും ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ള സ്ട്രക്ചറൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൺവേ ചെയ്ത് തരും. ഈ ഒരു ഡിസൈൻ സ്റ്റേജിനെ പറ്റി എഡ്യൂക്കേറ്റഡ് ആയിരിക്കുന്ന പോലെ തന്നെ ഈ ഒരു സ്റ്റേജിലും എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും. കുറെ കൂടി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായനെ എന്നൊരു തോട്ട് തോന്നിയതാണ്. എന്തായാലും ഞങ്ങൾ ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളും കൂടെ കുറെ ഞങ്ങളുടെ കണ്ടന്റ്സിൽ ഇനി കവർ ചെയ്യാൻ നോക്കാം.